പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കേവർക്കും നേർമുഖം യൂട്യൂബിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ ഒരു പുസ്തകമാണ്. തകഴിയിലെ വെള്ളപ്പൊക്കത്തിൽ ഒഴുകി ഒഴുകി ഒരു മനസ്സ് എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. കഥാസമാഹാരമാണ്. DC ബുക്സ് പ്രസിദ്ധീകരിച്ചതാണ്. ഈ പുസ്തകത്തെക്കുറിച്ചും ഈ പുസ്തകം എഴുതാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ചും ആണ് ഞാനിവിടെ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. തകഴിയിലെ വെള്ളപ്പൊക്കത്തിൽ ഒഴുകി ഒഴുകി ഒരു മനസ്സ് എന്ന ഈ പുസ്തകത്തിന്റെ ടൈറ്റിൽ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഊഹിക്കാം ഇത് തകഴിയുമായി ബന്ധപ്പെട്ടതാണ്. ഈ തകഴി ശിവശങ്കരപ്പിള്ള എന്ന നമ്മുടെ മലയാളത്തിന്റെ ഇതിഹാസ സാഹിത്യകാരന്റെ വളരെ ശ്രദ്ധേയമായ ഒരു കഥയുണ്ട്. നമ്മുടെ മലയാളത്തിലെ ഏറ്റവും മികച്ച 10 കഥകൾ തിരഞ്ഞെടുത്താൽ അതിലൊന്ന് ഈ കഥയായിരിക്കും. കഥയുടെ പേര് വെള്ളപ്പൊക്കത്തിൽ എന്നാണ്. സാഹിത്യത്തെ ഇഷ്ടപ്പെടുന്ന ഒരാളും ഈ കഥ വെള്ളപ്പൊക്കത്തിൽ എന്ന തകഴിയുടെ കഥ വായിക്കാതെ പോയിട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ തന്നെ ആ കഥ 100 കണക്കിന് തവണ വായിച്ചിട്ടുള്ള ഒരാളാണ്. 100 കണക്കിന് തവണ എന്ന് പറയുന്നത് ഒരു അതിശോക്തിയുള്ള കാര്യമല്ല. എൻ്റെ ഈ തകഴിയിലെ വെള്ളപ്പൊക്കത്തിൽ ഒഴുകി ഒഴുകി ഒരു മനസ്സ് എന്ന കഥ, സത്യത്തിൽ ഇതിനകത്ത് വരുന്ന കഥാപാത്രങ്ങൾ തകഴി ശിവശങ്കരപ്പിള്ളയും അദ്ദേഹത്തിന്റെ വെള്ളപ്പൊക്കത്തിൽ എന്ന കഥയും ആ കഥയിലെ കഥാപാത്രമായ നായയും എൻ്റെ ബാല്യവും എൻ്റെ ബാല്യകാല സുഹൃത്തുക്കളും അടങ്ങുന്നതാണ്. തകഴിയുമായി എനിക്കുള്ള ബന്ധം എൻ്റെ ബാല്യകാലം തകഴിയിലായിരുന്നു. തകഴിക്കടുത്തുള്ള കുന്നുമ്മ എന്ന ഗ്രാമം, അവിടെയായിരുന്നു എൻ്റെ പിതാവിന് ജോലി. അദ്ദേഹത്തോടൊപ്പമായിരുന്നു ഞാൻ താമസിച്ചത്. ഞാൻ LP സ്കൂളിൽ പഠിച്ചത് തകഴിയിലാണ്. അപ്പോൾ തകഴി ജംഗ്ഷനിൽ നിന്ന് അവിടുത്തെ ശാസ്താക്ഷേത്രത്തിന്റെ ഭാഗത്തുകൂടെ കടന്നു പോകുന്ന വഴിയിലൂടെ കുറേ നടന്നു വേണം തൊട്ടടുത്തുള്ള ഞാൻ താമസിച്ചിരുന്ന കുന്നുമ്മ എന്ന ഗ്രാമത്തിലേക്ക് പോകാൻ. അന്ന് അവിടെ റോഡുകളൊന്നും ഉണ്ടായിരുന്നില്ല. എപ്പോഴും ഈർപ്പം നിറഞ്ഞ ഒരു മണൽ വഴിയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ എൻ്റെ പിതാവിനോടൊപ്പം ആ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മുടെ ഇതിഹാസകാരനായ ശിവശങ്കരപ്പിള്ള, അതായത് നമ്മൾ ലോകപ്രശസ്തമായി നമ്മുടെ അറിയപ്പെടുന്ന തകഴി എന്ന പേര് ലോകം മുഴുവനും എത്തിച്ച തകഴി, അദ്ദേഹം ഇങ്ങനെ വഴിയരികിൽ നിന്ന് കൃഷിപ്പണി ചെയ്യുന്നത് കാണാറുണ്ട്. കർഷക തൊഴിലാളികളോടൊപ്പം അവരെ കൊണ്ട് പണിയെടുപ്പിച്ചുകൊണ്ട് ഒരു കർഷകന്റെ വേഷത്തിൽ ഒരു ഒറ്റമുണ്ടോ അല്ലെ ഒറ്റ തോർത്തോ ഒക്കെ ഉടുത്തുകൊണ്ട് അവർക്കിടയിൽ നിന്ന് അദ്ദേഹം ഈ പണിയെടുപ്പിക്കുന്നത് പലപ്പോഴും കാണാനിട വന്നിട്ടുണ്ട്. അപ്പോഴാണ് എൻ്റെ പിതാവ് എന്നെ പരിചയപ്പെടുത്തിയത്. ഈ നിൽക്കുന്നതാണ് തകഴി ശിവശങ്കരപ്പിള്ള എന്ന് പറയുന്ന വലിയ എഴുത്തുകാരൻ. ഇദ്ദേഹം ലോകം മുഴുവനും അറിയപ്പെടുന്ന ഒരു വലിയ എഴുത്തുകാരനാണ്. അദ്ദേഹം ഈ വേഷത്തിൽ നിൽക്കുന്നെങ്കിലും ഇതൊക്കെ പറഞ്ഞപ്പോൾ എനിക്കൊരു വലിയ കൗതുകമായി തോന്നി. സത്യത്തിൽ സാഹിത്യത്തിലേക്കുള്ള എൻ്റെ താല്പര്യവും ഒരു ചെറിയ തരത്തിലെങ്കിലും അതിനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയതും ഇദ്ദേഹത്തെ കണ്ടതോടെയാണ്. എൻ്റെ വളരെ ബാല്യത്തിലെ ഒരു നൊസ്റ്റാൾജിയായി ആ കാഴ്ച മാറി എന്നുള്ളതാണ്. അങ്ങനെ ഞാൻ തൊട്ടടുത്തുള്ള ഗ്രന്ഥശാലയിൽപ്പെട്ട ചില ആളുകളുമായി പരിചയപ്പെട്ടപ്പോൾ
അവരെനിക്ക് തകഴിയുടെ പുസ്തകങ്ങൾ തരാൻ തുടങ്ങി. തകഴിയുടെ ചെമ്മീൻ സിനിമയൊക്കെ ഇറങ്ങുന്ന കാലമാണത്. അന്ന് ആ വഴിയരികിലൂടെ ചെമ്മീൻ സിനിമയുടെ പരസ്യവുമൊക്കെയായി പ്രസിഡന്റിന്റെ ചിത്രമൊക്കെ ആലേഖനം ചെയ്ത വലിയ പരസ്യവുമായി വണ്ടി പോകുന്നതൊക്കെ സ്കൂൾ കുട്ടിയായ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനും അതിന്റെ പിന്നാലെ നോട്ടീസ് പെറുക്കാൻ വേണ്ടി ഓടിയതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ തകഴിയുടെ കഥകൾ വായിച്ച്, തകഴിയുടെ നോവലുകൾ വായിച്ചു തുടങ്ങിയതോടുകൂടി ആണ് സാഹിത്യത്തോടുള്ള എൻ്റെ കമ്പം ഉണ്ടാകുന്നത്. ഈ വായനയുടെ കാലം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അക്ഷരം കൂട്ടി വായിക്കാൻ തുടങ്ങുന്ന ഒരു പ്രായം, ഒരു 3-ാം ക്ലാസ് ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതെ, 3-ാം ക്ലാസ്സിലാണ്. അങ്ങനെയാണ് ആ നാടുമായിട്ടുള്ള അല്ലെങ്കിൽ സാഹിത്യവുമായിട്ടുള്ള എൻ്റെ ബന്ധം സത്യത്തിൽ തകഴിയിലാണ് ഒരു നൊസ്റ്റാൾജിയ പോലെ നിലനിൽക്കുന്നത്. ഇന്നും അതുതന്നെയാണ്. അന്നത്തെ ആ നാടിന്റെ ഗ്രാമഭംഗി ഇതൊന്നും ആയിരുന്നില്ല, വളരെ മനോഹരമായിരുന്നു. ഇപ്പോഴാണ് ആ ഗ്രാമത്തെ വെട്ടിമുറിച്ചുകൊണ്ട് തീരദേശ റെയിൽവേ ഒക്കെ അതിലേക്കൂടെ കടന്നു പോവുകയും അതുപോലെ തന്നെ അതിന്റെ ഭംഗി മൊത്തത്തിൽ മാറുകയും ചെയ്തത്. ഈ ബാല്യത്തിലെ എഴുതി തുടങ്ങുന്ന എനിക്ക് പലപ്പോഴും എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്ന ഒന്നാണ് ആ ഗ്രാമത്തെക്കുറിച്ച്, ആ ഗ്രാമഭംഗിയെക്കുറിച്ച്, ആ ഗ്രാമങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരുപാട് നന്മകളെ കുറിച്ചൊക്കെ എഴുതണമെന്ന്. ആ ഒരു തോന്നലാണ് എന്നെ ഈ തരത്തിലുള്ള ഒരു കഥ എഴുതുവാൻ പ്രേരിപ്പിച്ചത്. അന്ന് ഇതിന് പ്രേരണ തന്നതിൽ നമ്മുടെ മഹാനായ എഴുത്തുകാരൻ ടി പത്മനാഭൻ സാറിന് വലിയൊരു പങ്കുണ്ടായിരുന്നു. അദ്ദേഹത്തോട് ഈ നൊസ്റ്റാൾജിയെ കുറിച്ച്, ഈ ഗ്രഹാതുരത്വത്തെ കുറിച്ച് ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കുമ്പോഴെല്ലാം അദ്ദേഹം എന്നെ എഴുതാൻ പ്രേരിപ്പിക്കുമായിരുന്നു. ആ തരത്തിലുള്ള പ്രേരണ എപ്പോഴും എന്നോട് നടത്തുമായിരുന്നു. മാത്രമല്ല, എനിക്ക് മറ്റൊരു കൗതുകമായി മാറിയത് ജീവിതത്തിന്റെ തുടക്കത്തിൽ 1-2 തവണ വൈക്കം മുഹമ്മദ് ബഷീറിനെ കാണാൻ ഭാഗ്യമുണ്ടായതും തകഴിയുടെ ശങ്കരമംഗലം തറവാട് മുറ്റത്ത് വെച്ചാണ്. അതിന്റെ മുന്നിലൂടെ കടന്നു പോകുമ്പോൾ 1-2 തവണ ബഷീറിനെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ബഷീറിനെ കുറിച്ചും എൻ്റെ പിതാവ് എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട്. അതെല്ലാം തന്നെ സത്യത്തിൽ എന്നെ സാഹിത്യത്തിലേക്ക് പിടിച്ചടുപ്പിക്കുന്ന ഒരു ഘടകമായിട്ടാണ് ഞാൻ കാണുന്നത്. അല്ലാതെ സാഹിത്യ പാരമ്പര്യമുള്ള ഒരു വലിയ കുടുംബത്തിലൊന്നും ജനിച്ച് ഒരാളൊന്നുമല്ല ഞാൻ. അപ്പോൾ തകഴിയെക്കുറിച്ചും അതുപോലെ തന്നെ തകഴിയിൽ ഞാൻ താമസിച്ച എൻ്റെ ബാല്യത്തിലെ വെള്ളപ്പൊക്കങ്ങൾ, ഓരോ വർഷവും ഉണ്ടാകുന്ന വെള്ളപ്പൊക്കം, മഴക്കാലത്ത് വരുന്ന വെള്ളപ്പൊക്കമുണ്ട്. തകഴി ഈ ഗ്രാമത്തെ, അല്ലെ ഈ പരിസരത്തുള്ള ഈ കുന്നുമ്മ ഗ്രാമത്തെയൊക്കെ അങ്ങ് മുക്കി താഴ്ത്തുന്ന വെള്ളപ്പൊക്കങ്ങൾ വരാറുണ്ട്. അന്ന് ഞങ്ങൾ കുട്ടികളൊക്കെ ഇങ്ങനെ തടിയുടെ മുകളിലും വാഴയുടെ മുകളിലും ഒക്കെ കയറി ഇരുന്ന് ആ വെള്ളത്തിലൂടെയൊക്കെ നീന്തി പോകുന്ന വളരെ മനോഹരമായ സ്മരണകളുണ്ട്. സുഹൃത്തുക്കൾ, എൻ്റെ സമപ്രായക്കാരായ കുട്ടികളുമൊത്തൊക്കെ ആ കളികളൊക്കെ വളരെ രസമാണ്. അപ്പോൾ തോടും പുഴയും കരയും ഒന്നും തിരിച്ചറിയാൻ വയ്യാത്ത വിധം വെള്ളം ഉയർന്നു വരുന്ന ആ ഒരു സാഹചര്യം, വെള്ളം പൊന്തിയിട്ട് നമ്മൾ താമസിക്കുന്ന വീടിന്റെ കട്ടളകൾ തുളുമ്പി വീടിനകത്തേക്ക് വീഴുന്ന ഒരു സാഹചര്യമൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പോഴെല്ലാം ഞാൻ എടുത്തു വെച്ച് വായിക്കുന്ന ഒരു പുസ്തകം തകഴിയുടെ വെള്ളപ്പൊക്കത്തിൽ എന്ന കഥയാണ്. അദ്ദേഹം ആ കഥയിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ഒരുപാട് ആശയങ്ങൾ ഓരോ വെള്ളപ്പൊക്കം കടന്നു പോകുമ്പോഴും എന്നിൽ പുതിയ 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 സൃഷ്ടികൾ സൃഷ്ടിച്ചു കൊണ്ടിരുന്നു എന്ന് പറയുന്നതാവും ശരി. അപ്പൊ അന്നു മുതലേ ഉള്ള ഒരു ആഗ്രഹമാണ് ഈ വെള്ളപ്പൊക്കത്തെ കുറിച്ച് എഴുതുക. അങ്ങനെ 2001 ഞാൻ ഈ കഥ അബുദാബിയിൽ വെച്ച് എഴുതുന്നത്. ഈ കഥ ഞാൻ എഴുതി, നേരത്തെ പറഞ്ഞതുപോലെ തകഴി ശിവശങ്കരപ്പിള്ളയെയും അദ്ദേഹത്തിന്റെ വെള്ളപ്പൊക്കത്തിൽ എന്ന കഥയെയും ആ ഗ്രാമത്തെയും എല്ലാം കഥാപാത്രങ്ങളാക്കിക്കൊണ്ട് എഴുതിയ ഈ കഥ ഞാൻ
ആദ്യം ടി പത്മനാഭനാണ് അയച്ചു കൊടുക്കുന്നത്. അദ്ദേഹം അത് വായിച്ചിട്ട് വളരെ സന്തോഷത്തോടെ എന്നെ പറഞ്ഞു, നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്, ഇനി ഇത് ആർക്ക് വേണമെങ്കിലും അയച്ചു കൊടുക്കാം പ്രസിദ്ധീകരണത്തിന്. അങ്ങനെ ഞാൻ ആ കഥ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലേക്ക് അയക്കുകയും അത് എൻ്റെ പ്രതീക്ഷകളെ എല്ലാം കവർന്നുകൊണ്ട് അപ്പുറമാക്കിക്കൊണ്ട് രണ്ടാം ആഴ്ചയിൽ അത് അച്ചടിച്ചു വരികയും ചെയ്തു. അച്ചടിച്ചു വന്നു എന്ന് മാത്രമല്ല, തൊട്ടടുത്ത വാരം മലയാളം വീക്കിലിയിൽ എം കൃഷ്ണൻ നായർ അദ്ദേഹത്തിന്റെ സാഹിത്യ വാരഫലത്തിൽ ഈ കഥയെ നന്നായി പ്രശംസിച്ചുകൊണ്ട് എഴുതുകയും ചെയ്തു. ഇതെല്ലാം കൂടി തന്ന ഒരു അനുഭവം, വല്ലാത്ത ഒരു സന്തോഷമാണ് എനിക്കുണ്ടായത്. ഏറെ താമസിയാതെ ഞാൻ മറ്റ് 10-14 കഥകളോടൊപ്പം DC ബുക്സിൽ കൊടുക്കുകയും അവരത് പുസ്തകമായി ഇറക്കുകയും ചെയ്തു. അതാണ് സത്യത്തിൽ ഈ കഥയുടെ പിറവിയുടെ പിന്നിൽ ഉണ്ടായിട്ടുള്ളത്. ഇത് ഒരുപക്ഷെ മലയാളത്തിൽ ഞാൻ എഴുതപ്പെട്ട കഥകളിൽ പലരും ഏറെക്കുറെ അധികം വായനക്കാരും വായിച്ചിട്ടുള്ള ഒരു കഥയാണ്. ഇത് DC ബുക്സ് ആദ്യം ഇറക്കിയ പുസ്തകം കൂടാതെ AM മുഹമ്മദിന്റെ തിരഞ്ഞെടുത്ത കഥകൾ എന്ന് പറഞ്ഞ ഒരു പുസ്തകം അവരിറക്കിയിട്ടുണ്ട്. അതിലും ഈ കഥ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത്രത്തോളം നൊസ്റ്റാൾജിയ ഉള്ള ഒരു കഥയാണിത്. തകഴിയുടെ വെള്ളപ്പൊക്കത്തിൽ എന്ന കഥ ഒരു ക്ലാസിക്കായി മാറിയതുപോലെ ഒരുപക്ഷെ എൻ്റെ കഥകളുടെ കൂട്ടത്തിലെ ഒരു ക്ലാസിക്കാണ് ഈ കഥ എന്ന് പറയുന്നതിൽ ഒട്ടും മടിയില്ല. അത് വായിച്ച ആ കഥ വായിച്ച മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ കഥ വായിച്ച മാധവിക്കുട്ടി എഴുതിയിട്ടുണ്ട്, മരണപ്പെട്ടു പോയ തകഴി ശിവശങ്കരപ്പിള്ളയ്ക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു ആദരവാണ് AM മുഹമ്മദ് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ എഴുതിയ തകഴിയിലെ വെള്ളപ്പൊക്കത്തിൽ ഒഴുകി ഒഴുകി ഒരു മനസ്സ് എന്ന്. പിന്നീട് മാധവിക്കുട്ടിയെ നേരിട്ട് കാണാനും അവരോടൊത്ത് ഏകദേശം ഒരു ദിവസം അബുദാബിയിൽ ചെലവഴിക്കാനും കിട്ടിയ അവസരത്തിൽ അവർ ഓർത്തെന്നോട് പറഞ്ഞു, ഞാൻ അന്ന് ആ കഥയെക്കുറിച്ച് എഴുതിയിട്ടുണ്ടല്ലോ, മുഹമ്മദ് വളരെ നന്നായി ആ കഥ എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അന്നേരം തന്നെ അവർ എന്നെ വീട്ടിലെ റൂമിലേക്ക് അയക്കുകയും എൻ്റെ ഒരു കഥാസമാഹാരം വാങ്ങി അവര് സൂക്ഷിക്കുകയും ചെയ്തു. അത്തരത്തിൽ കുറേയേറെ പോസിറ്റീവായ സാഹചര്യങ്ങൾ, പ്രോത്സാഹനങ്ങൾ തന്ന ഒരു കഥയാണ് ഈ തകഴിയിലെ വെള്ളപ്പൊക്കത്തിൽ ഒഴുകി ഒഴുകി എന്നൊരു മനസ്സ്. അപ്പോൾ ഞാൻ എഴുതപ്പെട്ട പല കഥകൾക്ക് പിന്നിലും ഇത്തരത്തിലുള്ള സ്വാഭാവികമായ ഒരു ജീവിതമുണ്ട്, സ്വാഭാവികമായ ഒരു ചിത്രമുണ്ട്. അത് എഴുതപ്പെട്ട കഥകൾക്കും നോവലുകൾക്കും എല്ലാം തന്നെയുണ്ട്. സ്വാഭാവികമായി മിക്കവാറും എഴുത്തുകാരുടെ എല്ലാ കൃതികളുടെ പിന്നിലും അവരുടെ സ്വകാര്യമായ ജീവിതത്തിന്റെ അംശങ്ങൾ കടന്നു വരും എന്നുള്ളത് വസ്തുതയാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ എഴുത്തിന്റെ നല്ല ഭാഗവും അല്ലെങ്കിൽ ഞാൻ എഴുതിയിട്ടുള്ള കൃതികളിൽ നല്ല പങ്കും നല്ല ശതമാനവും എൻ്റെ ജീവിതാനുഭവങ്ങളും ഞാൻ കണ്ടെത്തിയ യാഥാർത്ഥ്യങ്ങളുമാണ്. അതിൻ്റെ ശേഷം മാത്രമേ ഉള്ളൂ എൻ്റെ ഇമാജിനേഷന്റെ കാര്യങ്ങൾ. ഇതാണ് ഈ പുസ്തകത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. സമകാലിക വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനിടെ ഒരു പുതുമയ്ക്ക് വേണ്ടി എൻ്റെ കഴിഞ്ഞകാല ജീവിതാനുഭവങ്ങളും എൻ്റെ എഴുത്തിൻ്റെ ചരിത്രങ്ങളും നിങ്ങളുമായി പങ്കുവെക്കും എന്ന് ഞാൻ പറയുകയാണ്. നിങ്ങളുടെ തുടർന്നുള്ള എല്ലാ സഹകരണവും എനിക്കുണ്ടാവണം. നേർമുഖം എന്ന ഈ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം 3 ആഴ്ചയാകുന്നതേ ഉള്ളൂ. വളരെ അത്ഭുതകരമായ പ്രോത്സാഹനമാണ് പ്രിയപ്പെട്ടവരിൽ നിന്ന്, പ്രിയപ്പെട്ട എൻ്റെ വായനക്കാരിൽ നിന്ന് പ്രത്യേകിച്ചും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് തുടർന്നുമുണ്ടാകണം. ഇത് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടും ഇതിലിടുന്ന
ഇതിലിടുന്ന വീഡിയോകളുടെ തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയും ലൈക്ക് ചെയ്തുകൊണ്ടും നിങ്ങൾ എന്നെ പ്രോത്സാഹിപ്പിക്കണം. തീർച്ചയായിട്ടും നിങ്ങളോട് ഈ കാര്യങ്ങളിലൊക്കെ എൻ്റെ കടപ്പാട് അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം.